കയ്യിൽ കിട്ടുന്ന തുണ്ടുകടലാസിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ഡേവിസ് ആന്റണിക്ക് മനസ്സിൽ തെളിയുന്നത് പള്ളികളുടെ സങ്കല്പ ദൃശ്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികൾ ഡിസൈൻ ചെയ്യാനും മേൽനോട്ടം വഹിക്കാനും കഴിഞ്ഞത് ഡേവിസിന്റെ ജീവിത നിയോഗമാണ്. മാളയ്ക്കടുത്ത് സ്നേഹഗിരി സ്വദേശി ഇലഞ്ഞിക്കൽ ഡേവിസ് ആന്റണി രാജ്യത്താകെ 126 പള്ളികളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ 9 പള്ളികളുടെ നിർമ്മാണം നടക്കുന്നു. ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിൽ പള്ളികളുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പള്ളി നിർമ്മാണത്തിന് മുൻപ് ഡേവിസിന്റെ മനസ്സിൽ അതിന്റെ രൂപം കൺമുന്നിൽ കാണുന്നതുപോലെ പ്രകടമാകും. ആദ്യം പ്ലാൻ തയ്യാറാക്കും, തുടർന്ന് മുഖവാരം ഡിസൈൻ ചെയ്യും. പിന്നീട് അനുബന്ധമായി യോജിക്കുന്ന അകവും പുറവും രൂപകൽപ്പന ചെയ്യും. പള്ളിയുടെ അകത്തെ ലൈറ്റിംഗ്, ശബ്ദ സംവിധാനങ്ങൾ വരെ ഡേവിസിന്റെ മനസ്സിൽ നിന്നുള്ളതാണ്. അൾത്താര ഒരുക്കുന്നതിൽ സഹോദരൻ ജോസ് ആന്റണി വ്യത്യസ്തനാണ്. കലാസംവിധാന രംഗത്തുള്ള സഹോദരൻ പോൾ ആന്റണിയും ഡേവിസിനൊപ്പം പള്ളി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ട്. പള്ളിയുടെ മുഖവാരത്തിൽ സാധാരണയായി 3 ടവറുകളാണുള്ളത്. എന്നാൽ കൊളോൺ ചർച്ച് മാതൃകയിൽ 2 ടവറിന്റെ പള്ളി രൂപകൽപ്പന ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്ന് ഡേവിസ് ആന്റണി പറഞ്ഞു. പഠിപ്പ് കഴിഞ്ഞ് തീർന്നോടൊപ്പമാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹഗിരി ചർച്ച് ഡിസൈൻ ചെയ്തത്. അതിനുശേഷം പള്ളി ഫീൽഡിൽ ഒത്തിരി പള്ളികൾ എനിക്ക് കിട്ടി. ആദ്യം ചെയ്ത പള്ളികളൊക്കെ കേരള സ്റ്റൈൽ പള്ളികളായിരുന്നല്ലോ. അതിനുശേഷം ഇറ്റാലിയൻ പാറ്റേണിലേക്കാണ് ചേർപ്പ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോമനാട്ട് ചർച്ചുകളാണ്. ഇപ്പോൾ താഴേക്കാട് പണിതെന്നും ഗമാലിക്കടുത്ത് കരയാമ്പറമ്പിൽ പണിതാണ് പള്ളി. പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്രീക്ക് ആർട്ട് അങ്ങനെയുള്ള മോഡലുകളും പള്ളികൾ ചെയ്തിട്ടുണ്ട്. കൊളോൺ ചർച്ചിൻ്റെയൊക്കെ മോഡൽ, അത് നല്ല ഹൈറ്റ് ഉള്ളൊരു പള്ളിയാണ്. അതിൻ്റെ ഒരു ശൈലിയിലൊക്കെ ഒരു പള്ളി ചെയ്താൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പള്ളികളിൽ ഉയരം കൂടിയത് മേലടൂർ ഉണ്ണിമിഷ്ക പള്ളിയാണെങ്കിലും വിസ്തൃതിയിൽ മുന്നിലുള്ളത് അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയാണ്. പരമ്പരാഗത കേരളീയ മാതൃകയിൽ തുടങ്ങിയത് ഇപ്പോൾ വിവിധ വിദേശ രാജ്യങ്ങളുടെ രീതിയിലേക്ക് മാറി. മതസൗഹാർദ്ദത്തിന്റെ മാതൃകയിൽ ആദ്യ ഡിസൈൻ തയ്യാറാക്കി. സ്വന്തം ഇടവകയായ സ്നേഹഗിരി പള്ളിയുടെ നിർമ്മാണത്തിൽ നിന്നാണ് തുടക്കം. ചാലക്കുടി റീജിയണൽ ITCയിൽ നിന്ന് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പഠനം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഫാദർ പോൾ കൊടിയൻ പള്ളി നിർമ്മാണത്തിനുള്ള രൂപകൽപ്പന തയ്യാറാക്കാനും മേൽനോട്ടം വഹിക്കാനും ചുമതലയേൽപ്പിച്ചത്. രണ്ടാമത് ഏറ്റെടുത്ത കൊന്നക്കുഴി പള്ളി ഭാരതീയ ഡിസൈനിൽ ക്ഷേത്രത്തിലെ കുത്തുവിളക്കും ചൈനീസ് പഗോഡയും ഗോതിക് ശൈലിയും ചേർത്തുള്ളതാണ്. വീടുകളുടെ രൂപകൽപ്പന 15,000 കഴിഞ്ഞുവെന്നല്ലാതെ കൃത്യമായ എണ്ണം നിശ്ചയമില്ല. പള്ളികളുടെ ഡിസൈൻ തയ്യാറാക്കി നൽകുന്നതിനു പുറമെ പൂർത്തീകരണം വരെയുള്ള മേൽനോട്ടം ഡേവിസിന്റെയാണ്. TCV ന്യൂസ്, മാള.